സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇപ്പോൾ എണീറ്റത് കുറച്ച് ലേറ്റായി. പിന്നെ സമയം 8 മണിയായി. ഇന്നലെ തകർത്ത മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ മഴ. അത്രയും വലിയ മഴയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്തത്. അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ല ഇവിടെ, അതുകൊണ്ട് കുറച്ച് ഉറങ്ങിപ്പോയി. ഇപ്പോൾ രാവിലെ എണീറ്റ് ഉമ്മ ചായയും അപ്പം ആക്കി തന്നിട്ടുണ്ട്. അതേപോലെ നമ്മളെ വീടിന് നേരെ മുന്നിൽ ചെറിയൊരു തോടുണ്ട്, അവിടെയെല്ലാം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നാസ്ത ഇതാ കട്ടൻ ചായയും ഇത് അപ്പം, അതായത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ സൈസാണ്, പക്ഷെങ്കിൽ ഇത് വൈറ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ ഈ അപ്പത്തിന് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നമ്മളിവിടെ കുഞ്ഞപ്പം എന്ന് പറയും. അതായത് നമ്മളെ ഉണ്ണിയപ്പം ഇല്ലേ, കാരിയപ്പം, അതിൻ്റെ വൈറ്റ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇറച്ചിക്കറീൻ്റെയും മീൻകറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ മരണ ടേസ്റ്റാണ്. അതേപോലെ ഒരു മുട്ടയുണ്ട് ഉമ്മ. പിന്നെ ഇതാണ് രാവിലത്തെ നാസ്ത. അങ്ങനെ ചായ കുടിച്ചു. ഉമ്മ ഞാൻ പോകേണ്ട ആവശ്യമുണ്ട്, പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ പറമ്പത്ത് പണിയെടുക്കുന്നുണ്ട്. ഇതാ നമ്മളെ ചീരേട്ടൻ്റെ ബൈക്ക്, ഇലക്ട്രിക് ബൈക്ക്. അതുപോലെ നമ്മളിവിടെ പറമ്പിൽ ചീരേട്ടൻ പണിയെടുക്കുന്നുണ്ട്, തെങ്ങ് തുറക്കുന്നുണ്ട്. ചീരേട്ട ഈ തെങ്ങ് തുറന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാ തേങ്ങക്ക് എത്ര പൈസയായേ? ഇതാ തേങ്ങയൊന്നുമില്ല, തേങ്ങ വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇതാ കുറച്ച് ദിവസം മുന്നേ പറിച്ചിട്ട് 1000 രൂപ കൊടുത്തിട്ട് ആകെ കുറച്ച് തേങ്ങയെ കിട്ടിയില്ലു. തേങ്ങക്ക് എത്ര പൈസ അറിയോ? വെളിച്ചെണ്ണക്ക് എത്ര? 500 രൂപേൻ്റെ ലിറ്ററിന്. അറിയോ ചീരട്ടാ? ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാ? ഇതൊക്കെ നമ്മളെ മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രി ചെലവാക്കുന്നല്ല, ഇതെല്ലാം മുഖ്യമന്ത്രി നമ്മളെ കേരളത്തിലെ മന്ത്രിമാരൊക്കെ ഇത് ശ്രദ്ധിക്കണ്ടേ? വെളിച്ചെണ്ണക്ക് ഇങ്ങനെ വില കൂടിയാലേ പിന്നെ മന്ത്രിമാർ അല്ല, നമ്മളെ പോലത്തെ സാധാരണക്കാരനെ പിന്നെ എങ്ങനെ ജീവിക്കും? അല്ല, കൊപ്രക്കും പൈസ കൂടി. കൊപ്രക്ക് പൈസ വേണം, പക്ഷെ വെളിച്ചെണ്ണക്ക് പൈസ കൂടാൻ പാടില്ല. പിന്നെ നമ്മളെങ്ങനെ പിന്നെ നമ്മളെങ്ങനെ ഇത് കറികളൊക്കെ ഉണ്ടാക്കും? സാധാരണക്കാരൻ എങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കറി വെക്കും, തലേ തേക്കും? ഇതിന് ശക്തമായിട്ട് നിങ്ങളൊന്ന് പ്രതികരിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ പറമ്പ് കേട്ടോ, പുറകിലൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇന്നലത്തെ ചീരട്ടം പറയുന്നത് കൊപ്രക്ക് പൈസ വേണം, തേങ്ങക്ക് പൈസ കൂടാൻ പാടില്ല. പിന്നെ ഇന്നലെ മഴ പെയ്തതിൻ്റെ ഇതാ രാത്രി നല്ല വെള്ളമുണ്ട്, പക്ഷെ രാത്രി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മളെ വീടിൻ്റെ മുൻവശമാണ്. ഇതൊക്കെ നമ്മളെ സ്ഥലം തന്നെയാണ്. ഈ സ്ഥലമല്ല നമ്മളെ സ്ഥലം. അവിടെ ഒരു റബ്ബർ അടിക്കുന്ന മെഷീനേനു. അതിപ്പോൾ റബ്ബർ ഒന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അതാ കാണുന്ന നീല കവറിട്ട് വെച്ചത്. ഇന്നലെ മഴ പെയ്തതിൻ്റെ ഇത് കാണിച്ചു തരാം. ആരത്? ഇതാ രണ്ട് ദിവസം മുന്നേ ഇത്രയും ഉണ്ടായിരുന്നില്ല വെള്ളം. ഇതിപ്പോൾ നോക്കിയാ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളം. നമ്മുടെ മമ്മുണ്ട് രാവിലെ തന്നെ. മമ്മോ സ്കൂളിൽ അടിച്ചു പൊളിക്കട്ടാ. അങ്ങനെ നസീവുണ്ട്, നമ്മളെ അയൽവക്കത്തുള്ള കുറേ മക്കളുണ്ട്. ഇവിടുന്ന് മീനെ പിടിക്കുന്നുണ്ട്. ശിവ ഉഷാറല്ലേ? എല്ലാവർക്കും നാളെ ക്യാമറൻ്റെ മുന്നിലൊക്കെ അവർ മീനെ പിടിക്കാന്ന്. ഇവിടുന്ന് വെള്ളത്തിൻ്റെ ശക്തി നോക്കിയാ ഭയങ്കര വെള്ളമാണ്. ഇത് 2 ദിവസം മുന്നേ ഇത്രയൊന്നും ഉണ്ടായില്ല, ഇപ്പൊ നല്ല വെള്ളം അല്ലേ? മീനെ കിട്ടിയാ? എത്ര മീനെ കിട്ടി?
ആ ഇനിയിപ്പോൾ നിങ്ങളെന്താ ചെയ്യ അതിനാ നമ്മൾ ചെറുപ്പകാലത്ത് പിടിച്ച പോലെ ഏതാ ഇവരിപ്പോൾ പിടിക്കുന്നത്. അവിടെ ചെറിയ മീനെ കിട്ടുമോ? ഇതാ മീനെ കാണിച്ചു തരാം. കണ്ടാ ഒമ്മോ നമുക്ക് അങ്ങ് പോയാലോ തോട്ടില് വലിയ മീനെ പിടിക്കേ? പോവാ. ഇതാണ് കുട്ടികളെ സ്കൂളില്ലാതെ, ഇന്ന് സ്കൂളില്ലല്ലോ, അവരാഘോഷിക്കല്ലേ. അത്രയും ശക്തമായിട്ട് മഴ പെയ്തിന്, അത്രയും ശക്തമായിട്ട് മഴ പെയ്തിന്. അതാ ഇത് കാണുന്നത്. മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫുള്ള് മഴ തന്നെയായിരുന്നു. പക്ഷെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കൂടി. മഴയും കാറ്റും ഭയങ്കര മഴയായിരുന്നു. രാത്രിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 12 മണി വരെയൊക്കെ ഭയങ്കര മഴ തന്നെയായിരുന്നു. പിന്നെ മിക്ക സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ടാവും. നമ്മളെ കണ്ണൂർ ജില്ലയിൽ, നമ്മളെ ഈ പ്രദേശത്താണ്. കണ്ണൂർ ജില്ലയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് അറിയില്ല. പിന്നെ കമലേച്ചി ചായ പിടിച്ചാ? നമ്മളെ സുഹൃത്ത് സരിൻ്റെ അമ്മയാണ്. കമലേച്ചി ഉണ്ട് അവിടെ പുറത്ത്. പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ പിന്നെ തോട്, പുഴ എന്നീ സ്ഥലങ്ങളിലൊന്നും പോയി കളിക്കാതിരിക്കുന്നു. സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ മഴ ആഘോഷിക്കാനുള്ളതല്ല, സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.